അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ മുമ്പേ നിർത്തിയത്. നമ്മൾ മുമ്പേ പഠിച്ചത് കോപ്പി ടു ലൈബ്രറി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇതാ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു ഈവൻസിൽ കോപ്പി ടു ലൈബ്രറി വെച്ചിട്ട് ഒരു മീഡിയ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്ത മെത്തേഡ് ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ് ആണ് നോക്കാൻ പോണത്. നമുക്കിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള വിൻഡോ ഞാൻ കമാൻഡായി വെച്ചെടുത്തു. ഇനി ഞാൻ ഈ വിൻഡോയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ സൈസ് വെച്ചിട്ടൊന്ന് സോർട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഏറ്റവും കൂടിയ സൈസുള്ള ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. ഏതാണ്ട് 60 MB ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. ഇനി അത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ മുകളിലത്തെ ഓപ്ഷൻ കണ്ടോ, ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ്. അതിന് മുമ്പേ നമ്മൾ ഒരു ഇവൻറ്റിലിട്ടു. ഈ പ്രാവശ്യം നമുക്ക് ഈ വീഡിയോ സെക്കൻഡ് ഈവൻറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഈവൻറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അത് സ്ട്രക്ചർ എന്നുള്ള. ഇനി ഞാൻ ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ട് കൊടുത്ത് നോക്കാം. ഇമ്പോർട്ട് കൊടുത്തു, കണ്ടോ. അപ്പം സെക്കൻഡ് ഈവൻറ്റിനകത്ത് ഇപ്പോൾ ഒരു മീഡിയ വന്നിട്ടുണ്ട്. നമ്മൾ ഈ മീഡിയ ഇനി ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ മുമ്പത്തെ നമ്മൾ കണ്ടു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു വന്നു, സിസ്റ്റത്തിനകത്താണ് കിടക്കുന്നത്. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ ഇതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിവീൽ ഇൻ ഫൈൻഡർ കൊടുക്കുന്നു. റിവീൽ ഇൻ ഫൈൻഡർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ രസകരമായി നിങ്ങൾ കണ്ടോ, എവിടെയാണെന്ന് കണ്ടോ. ഇവിടെ ന്യൂ ഫോൾഡർ ഉണ്ട്, ഫയല്, അതിനുശേഷം ന്യൂ ഫോൾഡർ, പിന്നെ അതിൻ്റെ റൂട്ട് കണ്ടോ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിലല്ല. അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ അവിടെ നിന്നാണ് FCP ഇപ്പോൾ ഫയൽ ആക്സസ് ചെയ്യാൻ പോണേ. പക്ഷേ നേരത്തെ കേസിൽ നമുക്കറിയാം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്നല്ല, അതിൻ്റെ ഒരു ആക്ച്വൽ ഫയൽ തന്നെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു ലിങ്ക് മാത്രമേ അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു, ലീവ് ഫയൽസ് ഇൻ പ്ലേസും കോപ്പി ടു ലൈബ്രറിയും തമ്മിൽ. ഇനി ഞാനൊരു കാര്യം കൂടെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ പോവാം. ഇപ്പം ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്ക് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ പോവാം. ഹാർഡ് ഡിസ്ക് ഡിസ്കണക്ട് ചെയ്തു. ഇനി നമുക്ക് എന്നാ സംഭവിക്കുന്നത് നോക്കാം. നമുക്കിപ്പോൾ ഈ ഫയൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FCPയുടെ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ. നമുക്ക് ക്ലോസ് ചെയ്യാം. വീണ്ടും ഞാൻ എന്നിട്ട് FCP ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് കണക്റ്റഡ് അല്ലെന്ന് ഓർക്കുക, കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് മിസ്സിങ് ഫയലാണ് കാണിക്കുന്നത്. കാരണം എന്താണ്, നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ആ ഫയൽ ഇപ്പോൾ ഇല്ല, കാരണം ഹാർഡ് ഡിസ്ക് ഡിസ്കണക്റ്റഡ് ആണ്. ഇനി ഞാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, FCPക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പം ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും FCP ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പോൾ FCP ഓപ്പണായി വന്നു. ഇപ്പം മിസ്സിങ് ഫയലിൻ്റെ പ്രശ്നമില്ല, കാരണം ഹാർഡ് ഡിസ്ക് വീണ്ടും റീകണക്റ്റഡ് ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ലീവ് ഫയൽസ് ഇൻ പ്ലേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ, ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഹാർഡ് ഡിസ്ക്, ചിലപ്പോൾ നിങ്ങളൊരു നെറ്റ്വർക്ക് ഡ്രൈവ് ആണെങ്കിൽ നെറ്റ്വർക്ക് ഡ്രൈവ്, അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തേക്കുന്ന മെമ്മറി കാർഡോ എന്തോ ആയിക്കോട്ടെ, ലീവ് ഫയൽസ് ഇൻ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പം ആ കാർഡ് റീഡറോ എന്താണോ ഉള്ളത് അത് ഉണ്ടായിരിക്കണം. ഇനി കീവേഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.